എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കിവിടെ വളരെ ഈസി ആയിട്ട് ഒരു സ്വീറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റ് കൂടിയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് നേന്ത്രപ്പഴം, നല്ലോണം പഴുത്ത 2 നേന്ത്രപ്പഴം, 1 കപ്പ് നിലക്കടല, ഇതിലേക്ക് ആവശ്യമായ മധുരം അല്ലെങ്കിൽ ശർക്കര, ഇത്രയേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഈ 2 നേന്ത്രപ്പഴവും നമുക്ക് നന്നായിട്ട് നുറുക്കിയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നന്നായി അടിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ നല്ല കട്ടിയുള്ള ഒരു പാൻ അടുപ്പിൽ വെച്ച് ഈ അരിച്ചെടുത്ത ശർക്കര അതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ശർക്കര നന്നായി അടുപ്പിലിട്ട് കുറുക്കണം. അത് നന്നായിട്ട് ചൂട് തട്ടി ഒരു നൂൽ പാകമാകുമ്പോൾ, നിങ്ങൾക്ക് ഇവിടെ കാണുന്ന രീതിയിൽ ഒരു നൂലിൻ്റെ പാകമാകുമ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ച പഴം നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പഴം നന്നായി ഈ ശർക്കരയുമായിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ പഴം വരട്ടിയൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെയാണത്. ആ രീതിയിൽ നമുക്ക് ഈ ശർക്കരയോടുകൂടി ഈ പഴം മിക്സ് ചെയ്ത് ഇതിൽ ജലാംശം മുഴുവൻ നമുക്ക് വരട്ടിയെടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വരട്ടി നല്ലോണം ജലാംശം കുറഞ്ഞു എന്നറിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ തൊലി കളഞ്ഞ് വെച്ച നിലക്കടല ഈ ഒരു ജാറിലിട്ട് നമുക്ക് ഒന്ന് കറക്കിയെടുക്കുക. ഒരുപാടൊന്നും അരയേണ്ട ആവശ്യമില്ല. ഒരൊറ്റ പ്രാവശ്യം ഒന്ന് തിരിച്ച് നമുക്ക് എടുത്തു കൊണ്ടുവരാം. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഈ ഇതൊക്കെ പാകമായിട്ടുണ്ട്. പഴവും ശർക്കരയും കൂടിയിട്ടുള്ളത് മിശ്രിതം പാകമായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് അതിൽ നന്നായിട്ട് ഈ മിക്സ് ചെയ്യാം. ഈ നിലക്കടല കൊട്ടിയിട്ട് അതിൽ നന്നായിട്ട് നമ്മൾ മിക്സിങ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നെയ്യ് ഒഴിച്ചാൽ നമുക്ക് ഇത് ലഡ്ഡു പോലെ നമുക്ക് ഉണ്ടയാക്കിയിട്ട് എടുക്കുമ്പോൾ നമുക്ക് കയ്യിലൊന്നും ഒട്ടില്ല. അപ്പം നമുക്കിതിനെ പാകമായിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പണി. ഇതിനെ നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക്, സ്റ്റീൽ കിണ്ണത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഇനി ഇത് നന്നായി ആറണ സമയത്ത് ഉടനെ ഒന്നും നിങ്ങൾ കൈകൊണ്ട് തൊടാൻ നിൽക്കണ്ട. നന്നായി ഒന്ന് ആറട്ടെ. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിനെ ഒരു ചെറിയ ആവശ്യമുള്ള വലിപ്പത്തിലുള്ള ലഡുവിനെ പോലെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടയാക്കി ലഡു പോലെയാണ് ആക്കണത്. ആ രീതിയിലേക്ക് ആക്കി വയ്ക്കാം. അങ്ങനെ നമ്മുടെ പീനട്ട് ലഡുവിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണിത്. എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വളരെ നല്ലതാണല്ലോ. നേന്ത്രപ്പഴം വളരെ നല്ലതാണ്. പീനട്ട് വളരെ നല്ലതാണ്. ഒമേഗ 3 നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. പിന്നെ ശർക്കരയാണ്. പഞ്ചസാര ആകുമ്പോൾ കുറച്ചും കൂടി അൺഹെൽത്തി എന്ന് പറയാം നമുക്ക്. ശർക്കര ആകുമ്പോൾ വളരെ ഹെൽത്തിയാണ്. പിന്നെ നെയ്യാണ് നമ്മൾ ആഡ് ചെയ്യണം. എല്ലാം ഹെൽത്തി ഐറ്റംസാണ് നമ്മൾ ആഡ് ചെയ്യണം. അതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഞാൻ. ഇനി നമുക്ക് വേറെ ടേസ്റ്റി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.